ചരിത്ര പ്രസിദ്ധമായ മലപ്പുറം ത്രിപുരാന്തക ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം ജനുവരി 2 മുതൽ 9 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈവിധ്യമാർന്ന ആചാരപരമായ ചടങ്ങുകളും കലാപരിപാടികളുമാണ് ഉത്സവത്തിന്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. 23 കൊല്ലമായിട്ട് സ്ഥിരമായിട്ട് ഉത്സവം നടക്കാറുണ്ട്. ഉത്സവം എന്ന് പറയുമ്പോൾ നമ്മുടെ ശിവക്ഷേത്രങ്ങളിൽ ഉത്സവം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ 23 കൊല്ലമായിട്ട് ഉത്സവം മുടങ്ങി കിടക്കായിരുന്നു. കുറെ കാലമായിട്ട് കുറച്ച് ശോചനീയ അവസ്ഥയിലായിരുന്നു. പക്ഷെ മാറി മാറി വന്നിട്ടുള്ള ട്രസ്റ്റ് ബോർഡുകളുടെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും ഭക്തരുടെ സഹായമൊക്കെ നിന്ന് അമ്പലം ഏകദേശം ഈ ഒരു 4-5 കൊല്ലമായിട്ട് വളരെ ആൾക്കാർ നന്നായിട്ട് വരാറും അതിന്റെ ഭാഗമായിട്ട് നല്ല അഭിവൃദ്ധി ഏകദേശം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ഞങ്ങൾ ഈ ഒരു ട്രസ്റ്റ് ബോർഡ് വന്നതിന് ശേഷം പുനരുദ്ധാരണ പ്രവർത്തനം എത്രയിലും നമ്മൾ 2023 പുതിയ ട്രസ്റ്റ് ബോർഡ് അംഗങ്ങൾ നിലവിൽ വരികയും ജനുവരി 2 വൈകുന്നേരം ആചാര്യവരണം, കൊടിയേറ്റം എന്നിവയോടെ ഉത്സവത്തിന് തുടക്കമാകും. തുടർന്ന് 6:30 തായമ്പക, കേളി, 7 സംഗീതാർച്ചന, 9 ഗാനമേള എന്നിവ നടക്കും. ഉത്സവത്തിന്റെ തുടർന്നുള്ള ദിവസങ്ങളിൽ തിരുവാതിരക്കളി, ഇടയ്ക്കധ്വനി, സഹസ്രനാമ പാരായണം, രാഗധാര, കുച്ചുപ്പുടി, തെയ്യം ഡാൻസ്, നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട് തുടങ്ങിയ കലാവിരുന്നുകൾ അരങ്ങേറും. വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മണ്ണൂർ ശിവക്ഷേത്രത്തിൽ നിന്ന് വർണ്ണാഭമായ ഘോഷയാത്ര ആരംഭിക്കും. ഗജവീരന്മാരുടെയും മേളക്കൊഴുപ്പിന്റെയും അകമ്പടിയോടെയുള്ള ഘോഷയാത്ര ത്രിപുരാന്തക ക്ഷേത്രത്തിൽ സമാപിക്കും. തുടർന്ന് പള്ളിവേട്ട ചടങ്ങുകൾ നടക്കും. വെള്ളിയാഴ്ച പള്ളി ഉണർത്തലിനു ശേഷം വൈകുന്നേരം ആറാട്ടോടെ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയിറങ്ങും. ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് പരിപാടി 8-ാം തീയതി കോട്ടപ്പടി മണ്ണൂർ ശിവക്ഷേത്ര പരിസരത്തുള്ള എഴുന്നള്ളിപ്പാണ്. ആ എഴുന്നള്ളിപ്പ് നമ്മുടെ തിരൂർ റോഡ് വഴി നമ്മുടെ കോട്ടപ്പടി ഹോസ്പിറ്റലിന്റെ മുൻവശത്തു കൂടി, പോലീസ് സ്റ്റേഷന്റെ മുൻവശം വഴി, ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്തു കൂടി, കലക്ടറേറ്റിന്റെ വഴി, പെരിന്തൽമണ്ണ റോഡ് വഴി ത്രിപുരാന്തക ക്ഷേത്രത്തിൽ എത്തിച്ചു കൃത്യം 4 മണിക്കാണ് നമ്മുടെ ഘോഷയാത്ര ആരംഭിക്കുന്നത്. ഏകദേശം അതൊരു 9 മണിയോട് കൂടിയിട്ട് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരും. അപ്പൊ അത് ഒരു ഈ ഗുരുവായൂർ അടുത്തുള്ള തോട്ടേക്കാട് വിനായകനുള്ള ആനയാണ് ഇതിൽ പങ്കെടുക്കുന്നത്. മറ്റുള്ള വാദ്യഘോഷങ്ങൾ, വേഷവിധാനങ്ങൾ, താലപ്പൊലി, ഒരു 500ഓളം സ്ത്രീകൾ പങ്കെടുക്കുന്ന താലപ്പൊലി. വാർത്താ സമ്മേളനത്തിൽ വിജയൻ, ചന്ദ്രശേഖരൻ, സുന്ദരൻ, ഗോപി, എം സനൽകുമാർ, പ്രദീപ്, കെ മധുകുമാർ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം.